ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ട്രിവാൻഡ്രം സിറ്റിക്കകത്തുള്ള കനകക്കുന്ന് കൊട്ടാരത്തിലാണ് കേട്ടോ ഉള്ളത്. ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ ഉണ്ട് കേട്ടോ. ഇന്ന് ഇവിടുത്തെ വസന്തോത്സവവും ലൈറ്റ് ഷോ ഒക്കെ കാണാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ അകത്തേക്ക് കയറി. 12 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് 30 രൂപയും അതിനുശേഷമുള്ള എല്ലാവർക്കും 50 രൂപ ടിക്കറ്റുമാണ് കേട്ടോ എൻട്രി ഫീ. എൻട്രി ഫീസൊക്കെ എടുത്ത് ഞങ്ങൾ ഫസ്റ്റ് കണ്ടതായി കാണുന്ന 2025 വലിയ ലൈറ്റായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ അകത്തേക്ക് കയറുമ്പോൾ ലൈറ്റുകളൊരു വിസ്മയ ലോകം തന്നെയായിരുന്നു കേട്ടോ. ഓരോരോ ഷേപ്പിൽ കൊട്ടാരങ്ങളുടെ ഷേപ്പായാലും കുമിളിൻ്റെ ഷേപ്പായാലും മൃഗങ്ങളുടെ ഇതായാലും അങ്ങനെ ഒരുപാട് വെറൈറ്റി അവർ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോന്ന് കണ്ട് നിൽക്കാൻ നല്ല രസമായിരുന്നു. ഇതിനൊക്കെ ഞങ്ങൾ ആദ്യം നന്ദി പറയുന്നത് നമ്മുടെ ടൂറിസ്റ്റ് മിനിസ്റ്ററിനോട് തന്നെയാണ്. കാര്യം ഏത് ആഘോഷമായാലും ഇത്രയും കളർഫുൾ ആക്കാൻ സാധിക്കുന്നല്ലോ, അതിന് ഞാൻ ആദ്യം നന്ദി പറയുന്നുണ്ടായിരുന്നു. അത്രയ്ക്കും അടിപൊളിയായിരുന്നു കേട്ടോ. ട്രിവാൻഡ്രം പവർ ഓൺ എന്ന് പറയുമല്ലോ, ഫുൾ പവറിലായിരുന്നു. അത്രയ്ക്കായിരുന്നു ലൈറ്റ്സ് ആയാലും എല്ലാ കാര്യങ്ങളും കണ്ട് നടക്കാൻ തന്നെ സമയം പോണതൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഏതാണ്ട് 10 മണിക്കാണ് എത്തിയത്. 1 മണി വരെയൊക്കെ ഇത് കാണാൻ കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ന്യൂ ഇയറിന് തന്നെ പോയി കണ്ടത്. ഇനിയും ഇത് കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കാണണേ. ഇനിയുള്ളത് പിന്നെ ഫ്ലവർ ഷോ ആണ്. ഫ്ലവർ ഷോയ്ക്ക് ഈ മരത്തിൻ്റെ ചുവട്ടിൽ പ്രത്യേകതയുണ്ട്. ഇത് സെൻസറാണ് കേട്ടോ. നമ്മുടെ സൗണ്ട് അനുസരിച്ച് അതിൽ ലൈറ്റ് കത്തും. ഫ്ലവർ ഷോയും അതേപോലെ തന്നെ ഒരു വിസ്മയ ലോകം തന്നെയായിരുന്നു. അത്രയും മാത്രം പൂക്കളുണ്ട്. അതായത് ഇതൊരു ഇന്ത്യയുടെ മാപ്പിൻ്റെ രീതിയിലുള്ള ഫ്ലവർ ആയിരുന്നു കേട്ടോ. ഫ്ലവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇതൊരു ക്രിസ്മസ് തീമായിരുന്നു. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ, ലൈറ്റും ആ ഒരു പച്ചപ്പൊക്കെ കാണുമ്പോൾ തന്നെ അത് ഫുൾ ഒരു ക്രിസ്മസിൻ്റെ തീമിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഭാഗമായിരുന്നു കേട്ടോ. വീണ്ടും നമ്മളിതാ പൂക്കളുടെ വിസ്മയ ലോകത്തേക്കാണ് പോകുന്നത്. അതിനുശേഷം നമ്മൾ ഈ കൊട്ടാരത്തിൻ്റെ അകത്ത് കയറണം. കൊട്ടാരത്തിൻ്റെ അകത്ത് കയറുമ്പോൾ ഉള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ പൂക്കൾ വെച്ചിട്ട് പല പല ബൊക്കകൾ ഉണ്ടാക്കി വെക്കുമല്ലോ, അതാണ് ഇതിൻ്റെ അകത്ത് കാണാൻ കഴിയുന്നത്. അത് ഒരുപാടുണ്ടായിരുന്നു. ഇത്രയും വെറൈറ്റി ആയിട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതൊന്നും വാടാതെ നല്ല ഫ്രഷ് പൂക്കൾ പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. കാര്യം ഇതൊക്കെ നോക്കാനും വാടിയത് മാറ്റാനും ഒക്കെ ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നല്ലോ. പിന്നെ ഈ ഒരു വിസ്മയ കാഴ്ചകൾ നിങ്ങൾക്ക് നാളെയും കൂടെ കാണാൻ കഴിയുള്ളൂ. കാര്യം നാളെയാണ് ഇതിൻ്റെ അവസാന ദിവസം. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോയി കാണുക. ട്രിവാൻഡ്രത്തിനകത്തുള്ളവരായാലും പുറത്തുള്ളവരായാലും നാളെ തന്നെ ഈ ട്രിവാൻഡ്രത്തിനകത്ത് നിൽക്കുന്ന എല്ലാ ആൾക്കാർക്കും പോയി കാണാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ട് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഷോയൊക്കെ കണ്ടിറങ്ങുന്നത് നമ്മൾ നേരെ കാണുന്നത് സാധാരണ എപ്പോഴും കാണും പോലെ ഒരുപാട് സ്റ്റോൾസ് ആയിരുന്നു. ഡ്രസ്സിൻ്റെ ആയാലും ഫുഡിൻ്റെ ആയാലും ഐസ്ക്രീംസ് ആയാലും അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ സ്റ്റോൾസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു കേട്ടോ. നടന്ന് സത്യം പറഞ്ഞാൽ നല്ലൊരു വഴിയായി ഞങ്ങൾ. അങ്ങനെ ഇതെല്ലാം കണ്ട് അവസാനം ഞങ്ങൾ തിരിച്ചിറങ്ങി. ഇറങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലായത് നല്ല ദൂരം ഞങ്ങൾ നടന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ബൈ, ലവ് യു ആൾ.